നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാന്നാർ കൊലക്കേസിൽ പോലീസിന് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികൾ. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യവും മൃതദേഹം കണ്ടെത്താനാകാത്തതുമാണ് അന്വേഷണത്തിൽ വിലങ്ങുതടിയാകുന്നത്. പോലീസിന് ലഭിച്ച സൂചനകളുടെയും അറസ്റ്റിലായ പ്രതികളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നില്ല. കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതിയും കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവുമായ അനിൽ മൃതദേഹം മാറ്റിയതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതാകട്ടെ സംഭവം നടന്ന വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ മലയാളത്തിലെ 2 തുടർ സിനിമകളുടെ കഥയുമാണ്. കൊലപാതകം എന്ന് നടന്നുവെന്നോ മൃതദേഹം എന്ത് ചെയ്തുവെന്നോ സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. സിനിമാ കഥയുമായി കോടതിയിലേക്ക് ചെല്ലാനുമാകില്ല. കൃത്യം സംബന്ധിച്ച് അറസ്റ്റിലായ 3 പേരും പറയുന്ന മൊഴികളിൽ സാരമായ വൈരുദ്ധ്യമുണ്ട്. സാക്ഷികൾക്കും എന്നാണ് കൊലപാതകം നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതൊക്കെയാണ് അന്വേഷണത്തിൽ പോലീസ് നേരിടുന്ന വെല്ലുവിളി. കേസിലെ ഒന്നാം പ്രതി അനിലിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്താൽ മാത്രമേ കേസന്വേഷണത്തിൽ ഇനി പുരോഗതിയുണ്ടാകൂ. പ്രതികൾ 3 പേര് കസ്റ്റഡിയിലുണ്ടെങ്കിലും കൊലപാതകത്തിലെ അന്വേഷണം കൂടുതൽ സങ്കീർണമാവുകയാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമുള്ള കേസ് എങ്ങനെ കോടതിയിൽ നിലനിൽക്കും എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കലയെ കൊന്ന ദിവസം പോലും കൃത്യമായി രേഖപ്പെടുത്താനായിട്ടില്ല. പെരുമ്പുഴ പാലത്തിന് സമീപത്ത് വെച്ച് കലയുടെ മൃതദേഹം കണ്ടെന്ന് പറഞ്ഞ പ്രതികൾക്കും സാക്ഷികൾക്കും ദിവസം ഓർമ്മയില്ല. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഏതെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇതിനെല്ലാം ഉത്തരം കിട്ടിയതിന് ശേഷമായിരിക്കും പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഒന്നാം പ്രതി അനിലിന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുകയാണ്. മാന്നാർ സ്വദേശിയായ ഒരാളെ ഇന്നലെ നെടുങ്കണ്ടത്തെത്തി പോലീസ് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അനിലിനെയും അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന. കലയുടെ ഭിന്നശേഷിക്കാരനായ സഹോദരന്റെയും മൊഴിയെടുത്തു.